ദേ നോക്കിയേ, എല്ലാരും വന്നേ. തങ്കച്ചേച്ചി വന്നിട്ടാ. ഇന്നൊരു കൂന്തൽ റോസ്റ്റ് ആയിട്ടാ നമ്മ തയ്യാറാക്കാൻ പോണത്. അപ്പൊ വായോ കാണാ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാൻ ദേ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. സവാള അരിഞ്ഞു കേട്ടാ. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാള മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചതച്ചത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് പച്ചമണമൊക്കെ മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂന്തൽ പച്ചക്ക് തന്നെയാണ് ഇതിൽ ഇട്ട് കൊടുക്കണത്. കൂന്തൽ വേവിച്ചിട്ട് ചേർക്കണ്ട, പച്ചക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ റോസ്റ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വേവിച്ചിട്ടും ചെയ്യാം, പച്ചക്കും ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട്, സവാളയും തക്കാളിയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അപ്പൊ ഇച്ചിരി വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറട്ടെ. എന്നിട്ട് നമുക്ക് കൂന്തലിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 2 പൊടികൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരും. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ചതച്ചത് നമ്മൾ കൃഷി ചെയ്തെടുക്കണം കേട്ടോ. കുരുമുളക് എപ്പോഴും നന്നായിട്ടൊന്ന് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണ കൂന്തലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി നമുക്ക് 4 വശത്തൊന്നും ഇളക്കിയിട്ട് പൊത്തി വെക്കാം. അപ്പോൾ ഈ ഇത്തിരി നേരം കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നിറച്ചും ഇതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോണ്ട് അല്ല, ഇതിവിടെ കിടക്കട്ടെ. ഇച്ചിരി കറിവേപ്പില കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത്രയേ ഉള്ളൂ കൂന്തൽ റോസ്റ്റിൻ്റെ പനി. ഇത് നന്നായിട്ട് ഉടക്കണം, വേവട്ടെ. മൂടി വെച്ച് കൊടുക്കും. അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം.